പാലക്കാട് വേനൽ രൂക്ഷമായതോടെ പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴ വറ്റി വരണ്ടു. പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഭാരതപ്പുഴയുടെ ഒറ്റപ്പാലം മായന്നൂർ പാലം പരിസരത്തുള്ള കാഴ്ചകൾ വേനലിന്റെ ഭീകരത കാണിക്കുന്നുണ്ട്. ഒഴുക്ക് പൂർണ്ണമായും നിലച്ച് പ്രദേശം മരുഭൂമിക്ക് സമാനമായിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് പെയ്ത കനത്ത മഴയിൽ രൗദ്രഭാവം പൂണ്ടൊഴുകിയ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരൊന്നും ഇന്ന് നിളയുടെ ഈ കണ്ണീർ കാണാനില്ല. മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകൾ മാത്രമാണ് പുഴയുടെ അവശേഷിപ്പുകൾ. പരന്നുകിടക്കുന്ന മണൽത്തിട്ടകളും ഉണങ്ങിക്കരിഞ്ഞ പുൽനാമ്പുകളും ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങളും മാത്രമായി പുഴ ചുരുങ്ങിയിരിക്കുന്നു. ചെറുപ്പത്തിലൊക്കെ ഇവിടെയൊക്കെ കുന്നുകൂടിയിട്ട് ഒരുപാട് ഉയരത്തിൽ മണലുകൾ കിടന്നിരുന്നു. പഞ്ചസാര പോലുള്ള ആ മണലുകളൊക്കെ പോയി, മണല് കുറെ എടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോയി പുഴനെ നശിപ്പിച്ചു. അതായത് പിന്നെ പറ്റി ശ്രദ്ധിക്കാനൊന്നും ഇപ്പോ ഇതിന്റെ സംരക്ഷകരൊന്നും ഇല്ല. ഇപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ഈ പൊന്തയും കാടും പിടിച്ച് കിടക്കുന്ന ഭാരത പുഴ എന്നല്ല, ഭാരത പൊന്ത എന്ന് പറയണം. അങ്ങനെ പറയേണ്ടി വരും. അതാണ് ഏറ്റവും നല്ലത്. നിള നദി ഒഴുകിയിരുന്നു എന്നതിന് തെളിവായി പേരിനൊരു നീർച്ചാൽ മാത്രമാണെന്ന് ബാക്കിയുള്ളത്. അതിനപ്പുറം കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വെറും മണൽത്തിട്ടയായി പുഴ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. പറളി, മീറ്റ്ന, ഷൊർണൂർ, ലക്കിടി തടയണകളിലെ വെള്ളം മാത്രമാണ് വറ്റിവരണ്ട ഈ മണൽപ്പരപ്പിലെ ഏക ആശ്വാസം. പുഴയിലത്തെ ഒഴുക്ക് കമ്മിയായത് കാരണം മഴ വരണ്ടുപോയി. പുഴ കുറെ ഇടമഴ കിട്ടും. ഈ കൊല്ലം ഇടമഴ വളരെ കുറവായിരുന്നു. ഇടമഴ വളരെ കുറവായതുകൊണ്ട് വെള്ളം വളരെ രൂക്ഷമായിരുന്നു. പണ്ട് ഇവിടെയൊക്കെ 4 പുറം ഇവിടെയൊക്കെ കൃഷിയായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ കൃഷിയായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ പോയി. അതെല്ലാം വീടുകളായി പോയില്ലേ. നിലവിൽ തടയണകളിലുള്ള ഈ ജലശേഖരം പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്ക് താൽക്കാലിക ആശ്വാസമേകുന്നുണ്ട്. എന്നാൽ കൃഷിക്കും മറ്റനുബന്ധ ആവശ്യങ്ങൾക്കുമായി പുഴയെ ആശ്രയിക്കുന്ന ജനതയ്ക്ക് നിളയുടെ ഈ വരൾച്ച വലിയൊരു തിരിച്ചടിയാവുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.